റെഡിയല്ലേ? ഈ റൂൾസ് ഒരു വിസിലടിക്കും. ഈ വിസിലടിക്കുന്നതോടുകൂടി കൈയിൻ്റെ കക്ഷത്തിൽ വെച്ച് ബലൂണുകൾ പൊട്ടിക്കണം. നഖം ഉപയോഗിക്കരുത്, കൈയിൻ്റെ ഫിംഗറുകൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആണ്. അതാണ് പ്രധാനപ്പെട്ട റൂള്. ഓക്കെ അല്ലേ? ബലൂൺ പൊട്ടിച്ചു കഴിഞ്ഞതിന് ശേഷം കൈകൾ ഉയർത്തുക. ഓക്കെ, റെഡി? ഓക്കെ. സുഹൈൽ കൊടിയത്തൂരിനെ കണ്ടവർ ബൈക്ക് പോലുമായി ബന്ധപ്പെടേണ്ടതാണ്. ഈ പരിപാടിയിൽ എല്ലാവരും വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും സ്വയം ആഹ്ലാദിക്കാം, വിജയിക്കുവിൻ, ആഹ്ലാദിക്കും. ഒന്നാം സമ്മാനം ഫസ്റ്റ് പ്രൈസ്, അത്ര മാത്രമേ ഉള്ളൂ. യെസ്, രണ്ടാം സമ്മാനം സെക്കൻഡ് പ്രൈസ്, മൂന്നാം സമ്മാനം തേർഡ് പ്രൈസ്. പ്രൈസ് മാത്രമേ ഉള്ളൂ, ഒരു മുട്ടായി ഉണ്ട്, വാങ്ങിക്കോളൂ. റെഡി? ഈ മത്സരത്തിൽ വിജയിച്ച മുഴുവൻ ആളുകൾക്കും സംഘാടക സമിതി ഓഫർ ചെയ്യുന്ന അൾട്രാ ലക്ഷറി ഫ്ലാറ്റിൽ ഇന്നത്തെ താമസം ഫുൾ ഫ്രീ. ഒരുപാട് ഓഫറുകളുണ്ട് വിജയിച്ചവർക്ക്. ഓക്കെ, നേരത്തെയുള്ള മത്സരത്തിന്റെ തുടർ മത്സരമാണ് നടക്കുന്നത്. ഓക്കെ, ഈ മത്സരത്തിൽ തറവാട്ടിലെ കുറച്ച് കാരണവന്മാർ കൂടിയുണ്ട്. ഞാൻ അവരുടെ പേരോട് വിളിക്കാം. റെഡി? അബ്ദുള്ള ടി. വരിക. നിങ്ങൾ ഒരു പരിപാടിക്ക് പങ്കെടുത്തില്ല, എങ്ങോട്ട് വന്നോടി. റെഡി? മുൻപന്തിയിലുള്ള ആളാങ്ങള്. റെഡി? അബ്ദുള്ള ടി, ഫസൽ, മൻസൂർ, അഷ്റഫ്, क्या क्या लतीफ हो रहा है? मोहम्मद काका. ओके, मोहम्मद अली, मंसूर. किटी പേരൊക്കെ ഞാൻ വിളിക്കട്ടെ. മുഹമ്മദ് കാക്ക, അതിലാക്ക പോണേ. ഓക്കെ, ആളായോ? 1 2 3. നേരത്തെ വിജയിച്ച വിജയ് മറ്റുള്ളവർക്ക് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഗുണപാഠങ്ങളും പങ്കുവെക്കുന്ന കാഴ്ചയാണ് കൊണ്ടിരിക്കുന്നത്. റൈറ്റ്? ഇനി എത്ര ബക്കറ്റ് ഗ്യാപ്പ് ഉണ്ട് അതിനനുസരിച്ച് ആളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ്. 2 3. ഓക്കെ, റൈറ്റ്. ഇനി കുഞ്ഞാണി ഒരു കുഞ്ഞാണി. 2 കുഞ്ഞാണി ഉണ്ടല്ലോ. 3 കുഞ്ഞാണിയായല്ലോ. അർമാന്റെ കുഞ്ഞാണിയും കുഞ്ഞയാജിന്റെ കുഞ്ഞാണിയും ഇവിടെ വരും. 2 പേര് കുഞ്ഞാണികൾ തമ്മിലുള്ള പോരാട്ടമാണ് തെങ്ങിൻ തോട്ടങ്ങൾ നടക്കുന്നത്. ബക്കറ്റ് നീക്കി സ്ഥലം ഉണ്ടാക്കി കൊടുക്കുക. റെഡി? മത്സരം ആരംഭിക്കാൻ പോവാണ്. ആദ്യം നിങ്ങൾ നല്ല കൈയ്യടി കൊടുത്തേ. നോക്കട്ടെ, ഒരു ബക്കറ്റ് കൂടി കിട്ടുമോ നോക്കട്ടെ. അതായത് നേരത്തെ മത്സരം കാണാത്ത ആളുകളുടെ സംശയമാണ് ഇതെന്താണ് മത്സരം. ഇപ്പൊ ഞാനൊക്കെ ചോറ് കുഴപ്പിങ്ങനെ പോകുന്നതാണ്. മത്സരം എത്രയേ ഉള്ളൂ, കൈ രണ്ടും പിറകിൽ കെട്ടുക, കെട്ടയക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ നിയമം. നിങ്ങളൊക്കെ എല്ലാ കള്ളത്തരമുണ്ട് എനിക്കറിയാം, അതുകൊണ്ട് ആദ്യം പറഞ്ഞുതരാം, കെട്ടയക്കാൻ പാടില്ല കൈയിൻ്റെ. രണ്ടാമത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിള് പൂർണ്ണമായിട്ടും തിന്നിരിക്കണം. അത് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് തിന്നാം, വെള്ളത്തിന് പുറത്തെടുത്തിട്ട് തിന്നാം. പക്ഷെ വായിൽ നിലത്ത് വീണാല് കടിച്ചാൽ പോരാ. ജീവൊക്കെ ഒറ്റ അടിക്കാണ് ഒരു ആപ്പിളായിട്ട് ഇറക്കിയ കൊല്ലി വിടുന്നാത്ത അള്ള കത്തിട്ടാണ്. ഇടിമുളഞ്ഞ് യോഗത്തുണ്ടോ? പള്ള തട്ടിട്ട് ബക്കറ്റ് മുന്നോട്ട് പോകരുത്, ശ്രദ്ധിക്കണം. അതൊന്ന് കമ്മിറ്റി അറിയുന്ന കാര്യങ്ങളല്ല. കീശയിൽ കണ്ണട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. റെഡി?
ബക്കറ്റ് വരുന്നുണ്ടോ? ഏത് ബക്കറ്റിലെ വെള്ളം കുറവ്? ലേശം വെള്ളം കൂടി കൊടുക്കും. ഒരു ബക്കറ്റും വേണം. ഓക്കെ, ഒരാൾ കൂടി മത്സരത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വെള്ളപ്പൂ വെച്ച് മോളെ കുഞ്ഞോളെ ലേശം വെള്ളം കൊണ്ട് വെച്ചു. അതിപ്പോ അപ്പോൾ